എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ തമിഴിലെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ തലജിത്ത് നായകനെത്തിയ തുനിവ്. മഗി തിരുമേനിയുടെ സംവിധാനത്തിൽ അജിത്തിനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി മിക്സ്ഡ് ആയിട്ട് അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 3 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ആദ്യമേ തന്നെ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് 1,80,00,000 മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. 3-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 45 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 2,30,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 69 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. 3-ാം ദിവസമായി ഇന്നലെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 25 കോടി 30 കോടി റേഞ്ചിലാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യ 3 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ എത്തപ്പെടുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ നമ്മുടെ മെഗാസ്റ്റാറിന്റെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ആദ്യത്തെ റിലീസ് സിനിമ കൂടിയാണല്ലോ ഒരു വടക്കം വീരഗാഥ. M2യുടെ സ്ക്രിപ്റ്റിൽ മമ്മൂക്കയെ നായകനാക്കി ഹരിഹരൻ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി വൻ വിജയമേ മാറിയ സിനിമ ഇപ്പോൾ ചിത്രം 4K റീമാസ്റ്റർ പതിപ്പിൽ വീണ്ടും റിലീസിനെത്തിയിരിക്കുകയാണ്. ആദ്യ ദിവസം മുതലേ 4K റീമാസ്റ്റർ ചെയ്ത പതിപ്പിന് മികച്ച അഭിപ്രായങ്ങളാണല്ലോ കിട്ടിയിരുന്നത്. ഇപ്പോഴത്തെ നിലവിൽ 2 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 10 ലക്ഷം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 2-ാം ദിവസമായി ഇന്നലെ ചിത്രത്തിന്റെ കളക്ഷൻ കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 2-ാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 15 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 25 ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ മമ്മൂക്കയുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ കൂടി ഇതിനോടകം തന്നെ ഒരു വടക്കൻ വീരഗാഥ മാറിയിരിക്കുകയാണ്. ആദ്യ 2 ദിവസത്തെ കളക്ഷനേക്കാൾ കൂടുതൽ കളക്ഷനാണ് ചിത്രത്തിന്റെ 3-ാം ദിവസമായി ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഈ ആഴ്ച തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മറ്റൊരു ക്ലാസിക് സിനിമയാണല്ലോ ക്രിസ്റ്റഫർ നോളന്റെ ഇന്റർസ്റ്റെല്ലാർ. IMAX ഉൾപ്പെടെയുള്ള ഫോർമാറ്റിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 3 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 2 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യ 2 ദിവസം കൊണ്ട് മികച്ച കളക്ഷനാണ് ഈ റിലീസ് സിനിമ നേടിയിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ നാരായണിന്റെ 3 ആൺമക്കള്. ജോർജ് ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിർ തുടങ്ങിയവർ അഭിനയിച്ച സിനിമയ്ക്ക് മിക്സ്ഡ് ആയിട്ട് അഭിപ്രായങ്ങളാണ് കിട്ടിയിരുന്നത്. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 2 ദിവസങ്ങളോട് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 50 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 2-ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 25 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അടുത്ത സിനിമ വിനീത് ശ്രീനിവാസന്റെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ആദ്യത്തെ മലയാള സിനിമയാണല്ലോ ഒരു ജാതി ജാതകം. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള ഗ്രോസ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ചിത്രത്തിന്റെ ആകെ കേരള ഗ്രോസ് കളക്ഷൻ 5 കോടി പിന്നിട്ടിരിക്കുകയാണ്. അതേസമയം ബേസിൽ ജോസഫ് നായകനായി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമ കൂടിയാണ് പൊന്മാൻ. തിയേറ്ററിൽ നിന്ന് പോസിറ്റീവായിട്ട് അഭിപ്രായങ്ങൾ നേടിയ സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള ഗ്രോസ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 80 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ ആകെ കേരള ഗ്രോസ് കളക്ഷൻ 7 കോടി പിന്നിട്ടിരിക്കുകയാണ്. അടുത്ത സിനിമ കഴിഞ്ഞ മാസം ജനുവരി മാസം 9-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ആസിഫ് അലി നായകനെത്തിയ സിനിമ കൂടിയാണല്ലോ രേഖാചിത്രം. ഈ വർഷത്തെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ വിജയമേ മാറിയ രേഖാചിത്രം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ രേഖാചിത്രത്തിന്റെ ആകെ കേരള ഗ്രോസ് കളക്ഷൻ 26 കോടി 50 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ഇതേപോലുള്ള സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.